നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായ വാത്സല്യം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വിജയദശമി ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പനും സരസ്വതി ദേവിയും ഒക്കെ നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ. മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഘ്നങ്ങളെല്ലാം തീരട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്, ശ്രീഹരി എന്ന് നമ്മളോട് പറഞ്ഞ മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ള ആ ഒരു ഭക്തൻ, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സുഖമായിട്ടുണ്ട് എന്ന ആ ഒരു സന്തോഷ വിവരമാണ്. കൂട്ടമായ പ്രാർത്ഥനയിൽ എന്നും ഒരു ബലമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറുതെ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാനാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. ചോദ്യോത്തരങ്ങളോ കഥകളോ ഒന്നുമല്ല. ഗുരുവായൂരപ്പനെ കുറച്ച് നേരം നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന് മാത്രമാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. മുമ്പും ഞാൻ പ്രിപ്പയർഡായിട്ട് വന്ന് പറയാറില്ലല്ലോ. എന്താണോ അപ്പോൾ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കണത് അങ്ങനെയാണ് സംസാരിക്കുക, അതല്ലേ പതിവുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനൊരു മെസ്സേജ് കണ്ടത്. ഷിബി എന്ന ഒരു ഭക്ത അയച്ച മെസ്സേജാണ്. ആ മെസ്സേജ് എങ്ങനെയാണ്: എന്തിനാണ് എൻ്റെ പൊന്നുണ്ണി കണ്ണ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? സങ്കടങ്ങളില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോയി കൂടെ എന്നാണ് ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി കേട്ടോ. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് ഇങ്ങനൊരു സങ്കടം വന്നാൽ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടേ എന്നുള്ളതൊന്നും നമുക്കത്ര അറിയില്ല കേട്ടോ. പക്ഷേ ഗുരുവായൂരപ്പൻ തന്നെ ഒരു മറുപടി തന്നു എന്ന് പറഞ്ഞ പോലെ തൊട്ടടുത്തതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടത് ഒരു കഥയാണ്. ആ കഥ എങ്ങനെയായിരുന്നു: ഒരു നായിക ഒരു സീരീസ്, ഒരു വെബ് സീരീസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം അതിൻ്റെ ഒരു കാലമാണല്ലോ. ഒരു വെബ് സീരീസിലെ ഒരു നായികയ്ക്ക് പെട്ടെന്ന് എന്തോ ആക്സിഡൻറ്റ് പറ്റി കോമയിൽ പോവുകയും കോമയിൽ നിന്നുണർന്ന അവർക്ക് ഒരു പ്രത്യേക കഴിവ് ലഭിക്കുകയും ചെയ്തു. ആ കഴിവ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ അടുത്തേക്ക് വരുന്ന, അവരുടെ മുന്നിലേക്ക് വരുന്ന അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് എത്ര ഇഷ്ടമുണ്ട് അവരോട്, എത്ര അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്പർ വൈസായിട്ട് അവർക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവരുടെ തലയുടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ആദ്യം വന്നത് അവരുടെ ലവറായിരുന്നു അത്രേ. ആ ലവറിൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് 9 എന്ന് കണ്ടു. അപ്പോൾ ഈ നായികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം 10ൽ 9 മാർക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്കുണ്ട്, അല്ലെങ്കിൽ അത്രയും സ്നേഹം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോടുണ്ട് എന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു അത്രേ. അടുത്തതായിട്ട് വന്നത് ഈ കുട്ടിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ആ ആൾക്ക് 90 എന്നാണ് കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് 100ലാണ് ഈ ഒരു കണക്ക് എന്ന്. അപ്പോൾ 90 ഇഷ്ടം ഇവർക്ക് എന്നോടുണ്ട്. അത് തന്നെ ഇവർക്കൊരു ഞെട്ടലായിരുന്നു. അപ്പോൾ ഈ വന്ന 2 പേര് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞൊരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നപ്പോൾ മൂന്നാമത് ഡോക്ടർ അകത്തേക്ക് കടന്നു വന്നിട്ട്, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, ഈ പേഷ്യൻറ്റിന് കുറച്ച് സമാധാനം കൊടുക്കൂ എന്ന് പറയാൻ ഡോക്ടർ വന്നു അത്രേ. ഈ ഡോക്ടർ വന്ന സമയത്ത് ഡോക്ടറുടെ തലയ്ക്ക് മുകളിൽ കാണാൻ സാധിച്ചത് ഏകദേശം 30 എന്നുള്ള നമ്പറാണ്. ഇത് കണ്ടപ്പോൾ ഈ പേഷ്യൻ്റായിട്ട് കിടക്കുന്ന ഈ നായികയ്ക്ക് വലിയ സങ്കടം തോന്നിത്രേ. ഈശ്വര, എന്നോട് ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തിക്ക് വെറും 9% മാത്രമാണോ ഇഷ്ടമുള്ളത് എന്ന് ആലോചിച്ചിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ, നമ്മൾക്കും ഇങ്ങനൊരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ, നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനൊരു കഴിവ് ദൈവം തന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ട് അത്രേ അങ്ങനെ ഒരു കഴിവ്. ആ കഴിവാണ് അത്രേ നമ്മുടെ കഷ്ടകാലം അല്ലെങ്കിൽ നമ്മളുടെ ബാഡ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ആ കഷ്ടകാലത്തിന് ആരാണ് ഹേതുവായതെന്നും, ആ കഷ്ടകാലത്തിൽ നമ്മോടൊപ്പം ആരൊക്കെ നിൽക്കുന്നതും ആരൊക്കെ നമ്മളെ ഉപേക്ഷിക്കും എന്നതിനനുസരിച്ചാണത്രേ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാനുള്ള ആ ഒരു ടൂളാണത്രേ ഈ ഒരു കഷ്ടകാലം. ഇതിനെ അങ്ങനെ എടുത്തൂടെ? നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ട് ഗുരുവായൂരപ്പൻ അതിനൊരു അവസരം തന്നതായിട്ട് കണക്കാക്കൂ. ഷിബി എത്രയും പെട്ടെന്ന് ഷിബി നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് ഗുരുവായൂരപ്പനോട് ഒരുപാട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നാമം ജപിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഒന്നും പറ്റിയില്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് കുറച്ച് നേരം
ഇരുന്ന് സംസാരിക്കൂ. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോംവഴിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലേ പോംവഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നാമം ജപിച്ചോളൂ. എത്രയും പെട്ടെന്ന് സന്തോഷമായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരും അല്ലേ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ഇതുപോലൊരു ശ്വേത മെസ്സേജ് അയച്ചിട്ട് പിന്നീട് ആ കുട്ടി നോർമലായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കണ്ടപ്പോഴാണ് വളരെയധികം സമാധാനം തോന്നിയത്. അതേപോലെ തന്നെ ആവട്ടെ ഷിബിയുടെ കാര്യവും മറ്റൊന്നും ആവാതിരിക്കട്ടെ. അടുത്തതായിട്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് തൊഴുത വിശേഷങ്ങളാണ്. നീലാംബരയിലൂടെയും നിർമ്മാല്യത്തിലൂടെയൊക്കെ ഇപ്പം നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇന്ന് വിദ്യാരംഭത്തിൻ്റെ ദിവസം, ഇന്ന് ഉച്ചപൂജ തൊഴാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ അലങ്കാരങ്ങളൊന്നും അറിയില്ല. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്നുണ്ട് സവിത എവിടെ പോയി, സവിതയ്ക്ക് എന്ത് പറ്റി, സവിത എന്താ വീഡിയോ ചെയ്യാത്തത് എന്ന്. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണ്ടേ, അങ്ങനെ അനേകം കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. ചെറിയൊരു കാര്യം വന്നാൽ തന്നെ വീഡിയോ മുടക്കുന്നതിലേക്കാണ് അതെത്തുക. ആദ്യം തന്നെ ഞാൻ ചിന്തിക്കുക, ഇന്ന് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യണ്ട, നാളെ ആവാം, ഇങ്ങനെയാണ് എല്ലാ ദിവസവും ചിന്തിക്കുക. പക്ഷെ ആ ചിന്തകൾ തെറ്റാണ് എന്ന് കാണിക്കുന്ന മറ്റൊരു കഥ കൂടി പറയാം കേട്ടോ. ഒരു കുരുവി തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ഒരു പാടത്ത് കൂട് വെച്ചു അത്രേ. ആ കൂട്ടിൽ 3 കുരുവിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുരുവി രാവിലെ ആയാൽ, അമ്മക്കുരുവി രാവിലെ ആയാൽ പോയി തീറ്റയൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിക്കുരുവികൾക്ക് കൊടുക്കും. അങ്ങനെ കുഞ്ഞിക്കുരുവി ഒരു ദിവസം അമ്മക്കുരുവി വരുമ്പോൾ 3 കുഞ്ഞിക്കുരുവികളും കൂടി പറഞ്ഞു അത്രേ, എന്തോ പ്രശ്നം വരാൻ പോവുകയാണ് അമ്മേ, ഓടി വരൂ എന്ന്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വയലിൻ്റെ ഈ പാടത്തിൻ്റെ ഉടമ വന്നിട്ട് പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നാളെ ഈ പാടം മുഴുവൻ കൊയ്യാൻ പോവുകയാണ്, വിളഞ്ഞു കിടക്കുന്ന ആ പാടം കൊയ്ത്തിന് ആളെ കൊണ്ടുവരികയാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പം അമ്മക്കുരുവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, നാളെ ഒന്നും നടക്കില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന്. പിറ്റേ ദിവസം അമ്മക്കുരുവി വരുമ്പോഴും 3 കുഞ്ഞിക്കുരുവികൾ പറഞ്ഞു അത്രേ, അമ്മേ വലിയ പ്രശ്നമായിരിക്കുകയാണ്, അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആളെ കൊണ്ടുവരണം എന്നുള്ളത് അവർ വേണ്ടാന്ന് വെച്ചു, ക്യാൻസൽ ചെയ്തു. കാരണം അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആരും വന്നില്ല അത്രേ. പകരം അവർ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ കൊയ്ത്ത് നടത്തുമെന്നാണ് പറയുന്നത്, നമുക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മക്കുരുവി പറഞ്ഞു അത്ര, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, നാളെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അമ്മ പറഞ്ഞ പോലെ തന്നെ പിറ്റേന്നും ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം കുരുവി വരുന്ന സമയത്ത് പറഞ്ഞു, ഈ കുഞ്ഞു കുരുവികൾ പറയാണ്, ഇന്നൊരാപത്തുണ്ട്, ഇവരടുത്ത ഗ്രാമത്തിൽ നിന്നും ഈ ഗ്രാമത്തിൽ നിന്നൊന്നും ആളെ കിട്ടാത്തത് കൊണ്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കൊയ്ത്ത് നടത്താനുള്ള പ്ലാൻ ചെയ്യുകയാണ്, അപ്പം നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. അപ്പോഴും ഈ അമ്മക്കുരുവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര, ഒന്നും നടക്കാൻ പോണില്ല, കുട്ടികൾ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന്. അതിൻ്റെ അടുത്ത ദിവസം അമ്മക്കുരുവി വരുന്ന സമയത്ത് കുഞ്ഞിക്കുരുവികൾ ചിരിക്കുന്നതാണ് കണ്ടത്. എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പം എന്താ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ നിന്നും ഈ ഗ്രാമത്തിൽ നിന്നും ബന്ധുക്കളും ഒന്നും വരാത്ത ഈ പാടത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും കൂടി കൂട്ടി വന്നിട്ട് നാളെ കൊയ്ത്ത് നടത്തുന്നതാണ് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തരാണല്ലേ, 4 പേരെ വിചാരിച്ചാൽ എന്ത് നടക്കാനാണല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട സമയത്ത് അമ്മക്കുരുവി പറഞ്ഞു, ഇന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറണം, കാരണം നാളെ തീർച്ചയായിട്ടും കൊയ്ത്ത് നടക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടികൾ ആകെ കൺഫ്യൂസായി. അപ്പോൾ കുഞ്ഞിക്കുരുവികൾ ചോദിച്ചു, ഈ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഇത്രയും പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ഈ ഗ്രാമത്തിലുള്ളവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ബന്ധുക്കളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, അപ്പോഴൊന്നും അമ്മയ്ക്ക് പേടി തോന്നിയില്ല, ഇപ്പം എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് പേടി തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പം അമ്മക്കുരുവി പറഞ്ഞു, അവൻ ചെയ്യട്ടെ, ഇവൻ ചെയ്യട്ടെ, മറ്റവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെ കൂട്ടി വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാരണം കിട്ടിയാൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം മനസ്സിൽ വരുന്നു, അന്ന് മുതൽ അവൻ ചെയ്തു തുടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉടമസ്ഥൻ കാർഷിക വിളവെടുപ്പ് നടത്താൻ വരുന്ന അവൻ വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വന്നിരിക്കും, അതുകൊണ്ട് നമ്മൾ പേടിക്കണം എന്നാണ് അമ്മക്കുരുവി പറഞ്ഞത് അത്രേ. അപ്പോൾ എന്തെങ്കിലും ഒക്കെ കാരണം കിട്ടി നമ്മൾ വീഡിയോ മുടക്കുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല എന്ന്
എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇനി മിക്കവാറും മുടങ്ങാതെ ഇരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നാളെ തൊട്ട് മുടങ്ങാതെ തന്നെ വീഡിയോസ് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കമൻ്റായിട്ട് അറിയിക്കൂ. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാളെയും ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു വിജയദശമി ദിവസം ആശംസിക്കുന്നുമല്ല, വിജയദശമി ആശംസകൾ മാത്രമല്ല കേട്ടോ, വിജയിക്കാനുള്ള ആശംസകളും കൂടി അർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.